നമസ്കാരം. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഡീടോക്സിഫിക്കേഷൻ എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് ഡീടോക്സ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ഓർഗൻസിനെ എല്ലാം തന്നെ ഹെൽത്തിയാക്കി വെക്കാൻ സഹായിക്കും, പ്രത്യേകിച്ചും ലിവർ ഹെൽത്തിന്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നാച്ചുറലായിട്ട് നമ്മുടെ ആരോഗ്യപരമായിട്ട് ഒരു ദോഷവും വരാത്ത രീതിയിൽ നമുക്കൊരു ഡീടോക്സ് മെത്തേഡ് അത് തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതും കൂടി ആയാലോ പറയുകയും വേണ്ടല്ലേ. വളരെയധികം ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രിങ്കുകൾ രാവിലെ വെറും വയറിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം, നമ്മുടെ മെറ്റബോളിസം നോർമലായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓർഗൻസിൻ്റെ ഹെൽത്ത് ആയാലും അതുപോലെ പുറമേയുള്ള അവയവമായിട്ടുള്ള സ്കിന്നിൻ്റെ ഹെൽത്തിനായാലും മുടി കൊഴിച്ചിൽ, വൈറ്റമിൻ്റെ കുറവുകൾ കാരണമൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ മുടി കൊഴിച്ചിലിനും എല്ലാം കൂടെയുള്ള ഒരു പരിഹാര മാർഗമാണ്. എല്ലാത്തിനും കൂടെ ഈ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഈ ഡീടോക്സിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഒന്നിനും പറ്റിയില്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ രാവിലെ എണീറ്റാൽ കുടിക്കണം എന്നുള്ളത്. ഇത് നമ്മളെ ബോഡിയെ തന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ആക്ഷൻ ഉള്ളതും അതുപോലെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതുമായ നെല്ലിക്കയും കറിവേപ്പിലയും ഉപയോഗിച്ചിട്ട് നമുക്ക് പുറമെ യാത്ര ചെയ്യുന്നവരായാലോ അല്ലെങ്കിൽ പുറമെ താമസിക്കുന്നവരായാലോ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ തന്നെ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ നമ്മളൊരു ഡീടോക്സ് ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അത് ഡെയിലി നമ്മൾ ഇതെല്ലാം തന്നെ അരച്ച് പേസ്റ്റാക്കി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ഡീടോക്സ് ഡ്രിങ്ക് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. നെല്ലിക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ കറിവേപ്പിലയും തന്നെ. കറിവേപ്പില ഒരു 2 പിടി എടുത്തിട്ടുണ്ട്, നെല്ലിക്ക ഒരു 10-11 എടുത്തിട്ടുണ്ട്. ഇനി ഈ കറിവേപ്പില ആയാലും നമുക്ക് കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ മുടിയുടെ ആരോഗ്യത്തിന് കറിവേപ്പില കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. അതുപോലെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ തടയാനും അല്ലെങ്കിൽ നേരത്തെ നര വരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ തടയാനും ഒക്കെ നെല്ലിക്ക വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അറിയാലോ, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഹീമോഗ്ലോബിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്താൻ നല്ലതാണ്. പിന്നെ നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് കുരുക്കൾ വരുന്ന പ്രശ്നമൊക്കെ തടയാനും കൂടെ സഹായിക്കും. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ നെല്ലിക്കയും കറിവേപ്പിലയും നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിക്കാതെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. പക്ഷേ എങ്കിലും നമുക്ക് കുടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഐസ് ട്രേയിലാക്കിയിട്ട് ഇതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് അല്പം വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു ഇളം ചൂടോട് കൂടിയിട്ടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനി നല്ല തണുപ്പോട് കൂടി കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് കുറച്ച് സമയം ഐസ് ക്യൂബ് മെൽട്ടായതിന് ശേഷം ആ തണുപ്പ് പോയതിന് ശേഷം കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്താലും മതിയായിരിക്കും. ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് എപ്പോഴും തന്നെ നമ്മുടെ ഫുൾ ബോഡിയെ ഇന്നും യൂത്ത്ഫുള്ളായിട്ട് നിലനിർത്താനും കൂടെ അത് സഹായിക്കും കേട്ടോ. ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും ഒക്കെ നമുക്ക് ബോഡിയെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാണ് ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക്. ഇതിൽ നമുക്കറിയാം, നെല്ലിക്ക തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക രസായനമായിട്ട് തയ്യാറാക്കി ഉണ്ടാക്കുന്നത് നെല്ലിക്ക ലേഹ്യം, അത് കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് വളരെ സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗം. ഇതൊക്കെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാൻ മറക്കരുത്. കാരണം പുറമേ നിന്ന് നമ്മൾ ബാക്കിയുള്ള പ്രോട്ടീൻ പൗഡറുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് അതിലേറെ എത്രയോ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള മെഡിസിൻസിൻ്റെയും ക്രീമിൻ്റെയും ഒന്നും പുറമെ പോവേണ്ട ഒരാവശ്യവുമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെയർ ഫോൾ എന്നുള്ള ഒരു പ്രശ്നത്തിനായാലോ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ വരുന്ന ചില ഇറിറ്റേഷൻസ് മാറ്റാനായാലോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായാലും ഒക്കെ ഇത് സഹായിക്കും. ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് കഴിവതും വെറും വയറിൽ കുടിക്കാനാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഡൈല്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ആ ഒരു പുളിരസം കൂടുതലായിട്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഒരു ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. തിരക്ക് പിടിച്ച നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.